അനുകൂലിക്കുന്ന ആളുകൾ കൈവന്നിച്ച് അനുകൂലിക്കണം. അതെ അതെ, കൈവന്നിച്ച് അനുകൂലിക്കണം. നഗരസഭയ്ക്ക് കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച വടകര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ ഭരണപക്ഷം പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. തുടർന്ന് കൗൺസിലർമാർ തമ്മിൽ വാക്പോരുണ്ടാകുകയും പ്രമേയത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നുള്ള പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അല്ല, ഞാനതിനെ കൊണ്ട് ഇത് പ്രമേയത്തിന് വോട്ടിനിടുകയാണ്. എതിർക്കുന്ന അനുകൂലിക്കുന്ന ആളുകൾ കൈവന്നിച്ച് അനുകൂലിക്കണം. അതെ അതെ, കൈവന്നിച്ച് അനുകൂലിക്കണം. നഗരസഭയ്ക്ക് കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തിയ നഗരസഭ മൂന്നാം ഗഡു നൽകാതെ ജനങ്ങളെ വഞ്ചിച്ച LDF സർക്കാർ പ്രതിഷേധം സ്വന്തമായൊരു വരുമാനം മുന്നിൽ കാണാൻ കഴിയാതെ വികസനമെല്ലാം മുരടിപ്പിച്ച നഗരസഭയുടെ ഭരണക്കാരെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം 10 കൊല്ലം നാട് ഭരിച്ച് കട്ടുപിടിച്ച് നശിപ്പിച്ച് കേരളമാകെ കടത്തിലാക്കിയ LDF ഓർത്തോളൂ. ജനങ്ങളെ കബളിപ്പിച്ച് UDF-നെതിരായി ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കും. LDF നിങ്ങൾക്ക് നഗരസഭ ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം മൂന്നാം ഗഡു നൽകാതെ സിന്ദാബാദ്. UDF സർക്കാർ സിന്ദാബാദ്. വണ്ടി വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞ് കബളിപ്പിക്കും നഗരസഭ. നഗരസഭയ്ക്ക് കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തിയ നഗരസഭ. പ്രതിഷേധം. നമ്മുടെ വടകര നഗരസഭയിൽ ഇന്ന് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രമേയം കൊണ്ടുവന്ന് 3 മാസം പ്രായമാവാത്ത ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള ആവശ്യമില്ലാത്ത ജനവിരുദ്ധ പ്രമേയമാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF RMB കൗൺസിലർമാർ ഇന്ന് വാക്കൗട്ട് നടത്തി ഞങ്ങളിത് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം വടകര നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല എന്നാണ് വടകരയിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ റോഡിൻ്റെയും ഓവുചാലിൻ്റെയും ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? സാധാരണക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. ഒരു ഓട്ടോറിക്ഷക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ഇവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ LDF സർക്കാർ ജനകീയാസൂത്രണത്തിലൂടെ പഞ്ചായത്ത് രാജിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് യഥാസമയം നൽകേണ്ട സർക്കാർ കൊടുത്തില്ല. ഈ അവസാനം 2025-26 കാലഘട്ടത്തിൽ 3ാം ഗഡു നൽകാതെയാണ് LDF സർക്കാർ ഇറങ്ങിപ്പോയത്. ചരിത്രത്തിൽ ഇന്നേവരെയില്ല. 94-ലാണ് പഞ്ചായത്ത് രാജ് കേരളത്തിൽ നടപ്പിലാക്കിയത്. 30 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതം കൊടുക്കാത്ത ഒരേ ഒരു സർക്കാർ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴാണ് എന്ന കാര്യം ഇവിടെ വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ LDF-കാർ ഇപ്പൊ 3 മാസം പ്രായമില്ലാത്ത ഒരു സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്.
ഇവിടെ 237 സ്പിൽ ഓവർ പദ്ധതിയാണ് ഇവിടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ കൗൺസിലിൽ. 237 സ്പിൽ ഓവർ പദ്ധതി എങ്ങനെ വന്നു? കഴിഞ്ഞ ഗവൺമെന്റ് യഥാസമയത്ത് ഫണ്ട് അനുവദിച്ചില്ല. പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യഥാസമയം അനുവദിക്കേണ്ട പണം കൊടുക്കാതെയാണ് KN ബാലഗോപാലിനും പിണറായി വിജയനും ഇറങ്ങിപ്പോയത് എന്നത് ഇവിടെ വിസ്മരിക്കുകയാണ് ഇവിടുത്തെ LDF-കാർ. കഴിഞ്ഞ LDF ഭരണ സമിതി സാധാരണഗതിയിൽ മാർച്ച് മാസത്തിലാണ് 3ാം ഗഡു അനുവദിക്കുന്നത്. പക്ഷേ ആ 3ാം ഗഡു മാർച്ചിൽ അനുവദിക്കാതെ കഴിഞ്ഞ പിണറായി സർക്കാർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അന്ന് അനുവദിക്കാത്ത 3ാം ഗഡു VD സതീശൻ്റെ സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് നിന്ന് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട പദ്ധതി വീതം കൃത്യമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം, നമുക്ക് CFC ഫണ്ട്, അതുപോലെ തന്നെ ടൈഡ് ഫണ്ട്, അങ്ങനെ മുഴുവൻ ഫണ്ടുകളും നഗരസഭ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. 3 മാസം മാത്രം പ്രായമായ ഒരു ഗവൺമെൻറ്റാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഒരുപാട് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെതിരെ രാഷ്ട്രീയ വിരോധം വെച്ച് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ചാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇത്തരം പ്രമേയങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് തിരുവനന്തപുരത്തൊക്കെ പോയി ധർണ നടത്തി അതിനൊന്നും ക്ലച്ച് പിടിക്കാത്ത അവസരത്തിലാണ് വീണ്ടും ഇവിടെ ഇത്തരം ഒരു പ്രമേയവുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പ്രമേയം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം അത്രയും ഫണ്ട് എല്ലാ രംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ആ ഫണ്ടൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഇവർ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ റിംഗ് കമ്പോസ്റ്റ് പോലും കൊടുക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ മുനിസിപ്പാലിറ്റിക്ക്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പിണറായി സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ സ്പിൽ ഓവർ, അതായത് ലോൺ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫണ്ട് വെച്ചത്. മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോൺ ഫണ്ട് എന്ന് പറഞ്ഞ് ഫണ്ട് വെക്കുകയും അത് ജനങ്ങളെ കബളിപ്പിക്കുകയും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ കാണുന്ന റോഡുകൾ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ സ്ഥിതി എന്താണ്? വടകര മുനിസിപ്പാലിറ്റി മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇത് നന്നാക്കാൻ വേണ്ടി സാധിക്കാത്ത എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ്. എന്നിട്ട് പുതിയ 3 മാസം പ്രായമായ ഗവൺമെൻറ്റിനായിട്ട് ഇവർ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം UDF രേഖപ്പെടുത്തുക. എല്ലാവർക്കും സൗഭാഗ്യ ലോട്ടറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഓണസമ്മാനം, 1ാം സമ്മാനം 30 കോടി. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ വേറെയും. വിവിധ ജില്ലകളുടെ ഓണം ബമ്പർ ഞങ്ങളുടെ പ്രത്യേകത. കുറ്റ്യാടി, തലശ്ശേരി, പെരിങ്ങത്തൂർ, വടകര, മാഹിപ്പാലം, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലായി 15 ശാഖകളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. നിങ്ങളുടെ ഭാഗ്യം കാത്തിരിക്കുന്നു. ടിക്കറ്റുകൾ ഞങ്ങളിൽ നിന്നും വാങ്ങൂ, ഞങ്ങളോടൊപ്പം വളരും.